പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ടുള്ള ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്നുള്ള ശുശ്രൂഷയിൽ ഇന്ന് ഒക്ടോബർ മാസം 23-ാം തീയതി നമുക്ക് നമ്മളെ തന്നെ ഈ ജപമാല ഭക്തിയിൽ വളരാനാണ് ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ പരിശ്രമിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഒരുപാട് നിയോഗങ്ങൾ ഈ ഒരു മാസക്കാലം മുഴുവൻ ആളുകൾ സമർപ്പിക്കുന്നുണ്ട്. പലവിധ ആവശ്യങ്ങൾക്കായിട്ട്. കാരണം മനുഷ്യൻ ഒരുപാട് ഞെരുക്കത്തിലൂടെ ദുരിതങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ഏത് വഴികളിലൂടെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അതിജീവിക്കേണ്ടതെന്ന് ആളുകൾ ഇന്ന് അന്വേഷണത്തിലാണ്. കാരണം അതുപോലെ കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുന്നു. കുടുംബജീവിതങ്ങളിലും കുഞ്ഞുങ്ങളിലും യുവതി യുവാക്കളിലും വിളിക്കപ്പെട്ട സമർപ്പിതരിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിലും ഒക്കെ ഞെരുക്കത്തിൻ്റെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും? വലിയൊരു അതിജീവനത്തിൻ്റെ, ഒരു വശത്തൊരു യുദ്ധത്തിൻ്റെതായ കെടുതികളിൽ കഴിയുന്ന ആളുകൾ, അതിജീവിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി വലിയ പ്രയാസങ്ങൾ നേരിടുന്നവർ, ഇവരെല്ലാം നമുക്ക് ഈശോയുടെ കാര്യങ്ങളിലേക്ക് അമ്മ വഴി സമർപ്പിക്കാം. ഞെരുക്കങ്ങളിലും വേദനകളിലും കഴിയുന്നവർ ഒരു പുതിയ മാർഗം എങ്ങനെയാണ്? ഓരോ ധ്യാന കേന്ദ്രങ്ങളിലൂടെ, കൗൺസിലിംഗ് സെൻ്ററുകളിലൂടെ, ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് മാർഗമാണ് ഞാൻ തേടേണ്ടത്? ഏത് വഴികളിലൂടെയാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നത്? എന്ത് പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലേണ്ടത്? പ്രകാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിൽ വേദനിച്ച് കഴിയുന്ന എല്ലാ മക്കളെ നമുക്ക് ഓർക്കാം. ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി ഓടുന്നവർ യഥാർത്ഥ വഴി കണ്ടെത്താൻ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല, എന്നിലൂടെ അല്ലാതെ ആരും ഈശോയുടെ പക്കലേക്ക്, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല എന്നരുളി ചെയ്ത ആ നാഥൻ്റെ വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ വലിയൊരു അഭിഷേകം സ്വീകരിക്കാൻ, വലിയൊരു അനുഗ്രഹം, കൃത്യമായ പാത കണ്ടെത്തുവാൻ, വഴി കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, യേശുവിനമ്മേ വരുവേഗം, മാധ്യസ്ഥത്തിൻ പൂമഴയായി, യേശുവിനമ്മേ നീ വരുവേഗം, മാധ്യസ്ഥത്തിൻ പൂമഴയായി, അമല മനോഹരിയമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ.
ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും സ്വരം ഉയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ, ദൈവിക വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ പ്രാർത്ഥനയിൽ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു സുഹൃത ജപം ഉൾച്ചേർത്തിരിക്കുന്നത്. നമുക്ക് കരങ്ങൾ കൂപ്പി വലിയ വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ മാസം 23-ാം തീയതി നമ്മളിതിൻ്റെ ആരംഭത്തിൽ ഒരു ആമുഖം എന്ന പോലെ പറഞ്ഞു, ഒരുപാട് പേര് നെട്ടോട്ടമോടുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് വഴികളുടെ പിന്നാലെ പായുകയാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട്. അത് ചെന്ന് അബദ്ധത്തിൽ ചാടുന്ന ആളുകളുണ്ട്. ഈശോ ഏക രക്ഷകനാണ്, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുമ്പോഴും മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി അപകടത്തിലും കെണിയിലും പോയി ചാടുന്നവർ. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പോലെ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മൂലം മനസ്സ് ദുർബലമാകുന്നു. എന്നിട്ട് ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. പലരും ചെന്ന് ഈ കെണിക്കകത്ത്, ജീവിത വ്യഗ്രതയാകുന്ന ഈ കുരുക്കുകളിൽ ചെന്ന് വീഴുകയാണ്. എന്നിട്ട് പിന്നീട് അതിൽ നിന്ന് കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ സങ്കടപ്പെടുന്ന, ഭാരപ്പെടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ജപമാല ശുശ്രൂഷയിൽ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു കാര്യമുണ്ട്. അനേകം വിശുദ്ധർ പ്രാപിച്ചെടുത്ത് നമ്മൾ ഇന്നലെ കണ്ടു. ജോൺ പോൾ പാപ്പയുടെ ഒരു മാർഗമായിരുന്നു മറിയത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അപ്പം ഇങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ മറിയത്തിൻ്റെ മക്കളായി തീരാം. ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നേടിയെടുത്തുകൊണ്ടിരുന്നത്, നമ്മുടെ പൂർവികർ സ്വായത്തമാക്കിയത്, അവരുടെ ജീവിതം എങ്ങനെയാണ്. നമ്മളെപ്പോഴും പറയും, ആൾക്കാരെല്ലാം പറയും, പണ്ട് ഒന്നും പ്രശ്നമില്ലായിരുന്നു. ശരിയാണ്, സാങ്കേതിക വിദ്യകൾ ഇത്രയും വളർന്നിട്ടില്ല, സംവിധാനങ്ങളില്ല, ആളുകൾക്ക് പാപം ചെയ്യാനുള്ള സാധ്യതകൾ ഇത്രയും ഇല്ലായിരുന്നു. പഴയ കാലഘട്ടങ്ങൾ ഇത്രയുമൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ദാരിദ്ര്യമുണ്ടെങ്കിലും അത് പരസ്പരം പങ്കുവെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അന്നും അവരുടേതായ രീതിയിലുള്ള ആ സാഹചര്യങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളിൽപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നമല്ല, ഇന്നത്തെ പോലെ അല്ല എന്ന് പറഞ്ഞ് അന്നത്തെ കാര്യങ്ങളെ ഏറ്റവും ലഘുവാക്കി മാറ്റുകയല്ല, അല്ലെങ്കിൽ അതിനെ ചെറുതായി കാണരുത്. അവരതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് നമ്മുടെ പൂർവികർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് 26-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. ഈ വചനം പ്രത്യേകം ഓർക്കണം. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. അപ്പം ഈ ഒറ്റ കാര്യമാണ് ഇന്നത്തെ തുടക്കത്തിൽ പറയാണ്. അതായത് വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. കർത്താവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നുണ്ട്. ഒരു വാതിലുകളും കർത്താവ് അടയ്ക്കുന്നില്ല. അതാ പറഞ്ഞത്, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 7:7. കാരണം ചോദിക്കുന്ന ഏതുവനും ലഭിക്കുന്നുണ്ട്. അപ്പം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ യഥാർത്ഥ കറക്റ്റ് വഴിയിലൂടെ പോകണം. അതാണ് അവർ ചോദിക്കുന്നത്. മത്തായിയുടെ നമ്മൾ കാണുന്നുണ്ട്, ഈ ലാസർ മരിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് ഈ സംഭവം, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അല്ലെങ്കിൽ വഴി ഏതാണെന്ന് ചോദിക്കാതെ ഇരിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഈ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനൊക്കെ. തോമാസ് ലീഹായോട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആളുകൾക്ക് ഇന്ന് ഒരുപാട് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പലരും ആത്മീയതയിൽ തന്നെ വഴിതെറ്റിക്കലുണ്ട്. അതാണ് നിങ്ങൾ തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ച് പറയുന്നത്. ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം, സഭയോട് ചേർന്നുള്ള ജീവിതം, ക്രിസ്തുവിൻ്റെ
സഹനങ്ങൾ അല്ലെങ്കിൽ പീഡാനുഭവങ്ങൾ, കർത്താവിൻ്റെ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജീവിതം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് വഴിതെറ്റും. വചനം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൽ ഹൃദയം ഉറപ്പിക്കുന്നവൻ. ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഇപ്പം ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കുന്നവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവൻ. വചനം പറയാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഇതാണ് പരിശുദ്ധമ്മയും പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ ജപമാല രാജ്ഞി, ഈ പരിശുദ്ധ ദൈവമാതാവ് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചവരാ. അപ്പോൾ അവളോട് പറയാണ്, വചനം പറയാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് സ്തോത്രഗീതം മുഴുവൻ ഈ അമ്മയുടെ സമാധാനത്തിൻ്റെയാണ്. അമ്മ അനുഭവിക്കുന്ന ഒരു സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു, ഹൃദയം പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിച്ചു. എന്നൊരു വചനം പറയാണ്, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ഇൻ ഗോഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ അമ്മ എന്നോർത്ത് നോക്കി, അമ്മ മാതാവ് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ തൻ്റെ മക്കളോട് പറയുന്നു. അല്ലെങ്കിൽ വചനം അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കുക, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വിശ്വസ്തതർക്ക് വേണ്ടി, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി ഒരു വാതിലുകൾ തുറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ യഥാർത്ഥ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ചില കാര്യങ്ങൾ നേടിയെടുത്തത്? ഏതെല്ലാം അന്ന് അവർക്ക് അറിവുള്ള വാതിലുകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പരിശുദ്ധ ജപമാലാജ്ഞയ്ക്കൊപ്പം പോകുമ്പോൾ തന്നെ നമ്മുടെ പഴയ പൂർവികർ ചെയ്തുകൊണ്ടെന്ന കാര്യമുണ്ട്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കർത്താവ് ഇങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മ വഴി ഒരു ഉത്തരീയം നൽകുന്നുണ്ട്. എന്നിട്ട് പറയണം, ഈ ഉത്തരീയം ഭക്തിയോടെ ധരിക്കുന്നവർ അവർ എന്താ പറയുക, ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശിക്കാതെ നിത്യത പ്രാപിക്കും. അപ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരെ പോലും രക്ഷിക്കും. ഉത്തരീയ ഭക്തി. അപ്പം ജപമാല കരങ്ങളിൽ പിടിക്കുക, കഴുത്തിലണിയുക, അതൊരു സംരക്ഷണമാണ്. വിശുദ്ധ ഡൊമിനിക്കിന് ഈ ജപമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന 15ഓളം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഡൊമിനിക്കിന് നൽകുന്നുണ്ട് ഈ ജപമാല പ്രാർത്ഥിക്കുന്നവർക്ക്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് ചില സൽകൃത്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സ്വർഗം വെളിപ്പെടുത്തിയിട്ടുണ്ട് അനേകം വിശുദ്ധരിലൂടെ. അതാണ് ഡൊമിനിക്കിലൂടെ നൽകിയതാണ് ജപമാല ഭക്തി. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകി, ഉത്തരീയം നൽകി. ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ ചില ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ കൊടുത്ത പ്രാർത്ഥനയാണ് ജപമാലയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്, ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന. ആംസ്റ്റർഡാമിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയതാണ് സകല ജനപദങ്ങളുടെയും നാഥ എന്ന പ്രാർത്ഥന. അപ്പോൾ ഇതെല്ലാം കാലഘട്ടങ്ങളിൽ ഓരോ സമയങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇതെല്ലാം അത് അനുഷ്ഠിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തിരുന്നവർ എന്തു ചെയ്തു? അവർ യഥാർത്ഥ വഴിയിലൂടെ ഈശോയിലേക്ക് കയറി ചെന്നവർ അവർക്ക് എളുപ്പമാക്കി തീർത്തു. അതുകൊണ്ടാണ് ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾ സഹനങ്ങൾ എളുപ്പമാക്കി തീർക്കും എന്ന് പറഞ്ഞത്. അതിലൊന്നാണ് നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് മുമ്പായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും സഭയിലൊക്കെ ചെയ്യുന്നതാണ് നവനാൾ പ്രാർത്ഥനകൾ. ഇപ്പം നിത്യസഹായ മാതാവിൻ്റെ നവനാൾ, അത് ഏത് വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലുള്ള പള്ളിയിലാണെങ്കിലും ഒരു കാണുന്നുണ്ട്. എന്താണ്? ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ നവനാൾ പ്രാർത്ഥന. നവനാൾ 9 ദിവസങ്ങൾ. ഞാൻ നിങ്ങളോട് ഇന്ന് ഇങ്ങനെയുള്ള ചില ഒരുപാട് ഭക്തകൃത്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ സഭയിൽ അംഗീകരിക്കപ്പെട്ടതും നമ്മുടെ ദേവാലയങ്ങളിൽ ആവർത്തിക്കുവുമായ കാര്യങ്ങളാണ് ഈ ജപമാല ചൊല്ലുന്ന പോലെ തന്നെയുള്ള ചില കാര്യങ്ങൾ. കാരണം എളുപ്പത്തിൽ ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 9 ദിവസം അപ്പം നമുക്കറിയാം ചില ജപങ്ങൾ, ചില വിശുദ്ധരുടെ മാധ്യസ്ഥങ്ങൾ, അത് 9 ദിവസങ്ങളാണത് നടത്തുക. അപ്പം അത് ഈ നവനാൾ പ്രാർത്ഥന, നിത്യസഹായ മാതാവിൻ്റെ നവനാൾ, നമുക്കറിയാം റിഡംപ്റ്ററിസ്റ്റ് ഫാദേഴ്സ് അല്ലെങ്കിൽ അവരിന്ന് CSSR വർക്കി വിധേയ പിതാവിൻ്റെയൊക്കെ സഭയിലുള്ള അവരാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുക. എന്നിട്ട് അത് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രങ്ങളുള്ള ഭവനങ്ങൾ
ദേവാലയങ്ങളൊക്കെ നോക്കിയാലും മാതാവിൻ്റെ പള്ളിയാണെങ്കിലും അതിന് തൊട്ടടുത്ത് നിങ്ങൾക്കറിയാം, ഓർക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ പള്ളിയിൽ ഒരു ചില്ലിട്ട ഒരു നിത്യസഹായ മാതാവിൻ്റെ രൂപം, അവിടെ ഒരു ലൈറ്റൊക്കെ തെളിച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് എന്നിട്ട് നിത്യസഹായ മാതാവിൻ്റെ നൊവേന അത് തുടങ്ങുമ്പോഴേ പാടുകയാണ്. ശനിയാഴ്ച ദിവസം വലിയൊരു സന്തോഷമാണ്, നിത്യസഹായ മാതാവേ എന്നും പറഞ്ഞുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ട്. അപ്പം അതെന്താണ്, ഈ 9 ദിവസങ്ങൾ ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ്, അത് വിശുദ്ധ ജത്രൂദിന് നൽകുന്ന ഒരു കാഴ്ചയുണ്ടെന്ന് പറയാണ്. വിശുദ്ധ ജത്രൂദിന് ഇങ്ങനൊരു ദർശനം കിട്ടുകയാണ്. ദിവ്യജനനയുടെ കാപ്പയിൽ, ഉടുപ്പിൽ, നീല കാപ്പയ്ക്കുള്ളിൽ കീഴിൽ വളരെയധികം ആത്മാക്കൾ നൽകുന്നു. ദിവ്യജനനി അവരെ എല്ലാം വാത്സല്യപൂർവ്വം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടു നടക്കുന്നു. വിശുദ്ധ ജത്രൂദ് കാണുന്നൊരു ദർശനം ഇതാ. കാരണം എന്താണ്, അവരെല്ലാം അമ്മയോട് മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഈ നവനാൾ പ്രാർത്ഥന, കുറച്ച് ദിവസം 9 ദിവസം നൊവേന, അതല്ലേ വിശുദ്ധരുടെ യൂദാത്ത ദിവസം 9 ദിവസം നൊവേന പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം ചില അച്ചട്ടായ ചില കാര്യങ്ങളുണ്ട്. സഭയിൽ അത് വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ മാതാവിനോടുള്ള നവനാൾ പ്രാർത്ഥനകൾ നമ്മൾ ഈ ജപമാല രാജ്ഞിക്കൊപ്പോൾ നോക്കുമ്പോൾ ഈ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ട്, ജപമാല രാജ്ഞിയുടെ തിരുനാളായിരുന്നു ഒക്ടോബർ 7, അല്ലെങ്കിൽ അമ്മയുടെ ഒക്ടോബർ 31-ാം തീയതി മാതാവിൻ്റെ തിരുനാൾ വരികയാണ്. നമുക്ക് ചെയ്യാവുന്ന ചില എന്ന് പറഞ്ഞാൽ ഈ മാതാവിനോടുള്ള മാധ്യസ്ഥം തേടിക്കൊണ്ട് ചില നൊവേന പ്രാർത്ഥനകൾ, നവനാൾ പ്രാർത്ഥനകൾ. അപ്പം അത് 9 ദിവസം ചെല്ലുമ്പോൾ അതിനകത്ത് എന്താണ്, വചനവായനയുണ്ട്. ഇപ്പം നൊവേന അത് ചെല്ലുമ്പോഴുണ്ട്, അതായത് വചനം ധ്യാനിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നോമ്പും ഉപവാസവും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. പല ഉപവാസങ്ങൾ വരുന്നു. അല്ലെങ്കിൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ, ആശാനിഗ്രഹങ്ങൾ, നമ്മുടെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ 9 ദിവസം, വലിയ ദിവസങ്ങളല്ല, 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പല്ല, 25 ദിവസത്തിനില്ല, ഈ 9 ദിവസത്തെ ചില പ്രാർത്ഥനകൾ, പുണ്യങ്ങൾ അഭ്യസിക്കുക, കൃത്യമായിട്ട് 9 ദിവസം കുമ്പസാരിക്കുക, 9 ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ, ദേവാലയത്തിൽ പോയി എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം ചില പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ, ചില ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ എന്താണ്, മാതാവിൻ്റെ തിരുനാളുകൾക്ക് ഒരുക്കമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ഈ നവനാൾ പ്രാർത്ഥന ആരംഭിക്കുക. നിത്യസഹായ മാതാവിൻ്റെ നവനാളോ മറ്റു പ്രാർത്ഥനകളോ ഒക്കെ ചൊല്ലുക. അതൊരു വലിയ വിജയമാണ് കുടുംബത്തിലെ ചില പ്രതിസന്ധികളെ അതിജീവിക്കാൻ. 9 ദിവസം നൊവേന പള്ളിയിൽ ചെല്ലുന്നത്. കാരണം മാതാവിൻ്റെ നമുക്കറിയാം എല്ലാ മാസവും മാതാവിൻ്റെ തിരുനാളുകളുണ്ട്. ചില മാസങ്ങളിൽ ഒരുപാട് തിരുനാളുകൾ, ആ ഒരു മാസത്തിൽ തന്നെ മാതാവിൻ്റെ തിരുനാളുകൾ വരുന്നുണ്ട്. അപ്പം മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് ഇങ്ങനെ ഈ നവനാൾ പ്രാർത്ഥന ചൊല്ലുന്നത് വലിയ ഒരു അനുഗ്രഹം തരുന്ന ഒരു വഴിയാണ്. അപ്പം അതുകൊണ്ട് അതൊരു സഭാ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ശനിയാഴ്ച ഭക്തി. നവനാൾ പ്രാർത്ഥന, പിന്നെ ശനിയാഴ്ച ഭക്തി. നവനാൾ പലപ്പോഴും ശനിയാഴ്ചകളിൽ മുടങ്ങാതെ 9 ശനിയാഴ്ചകൾ നമ്മുടെ പള്ളികളിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് 9 ദിവസത്തെ നവനാൾ നടത്തുന്നു. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില സൽകൃത്യങ്ങളാണ്, ചില സമയങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ജപമാല നമ്മൾ മുടങ്ങാതെ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നതുപോലെ തന്നെ ഇടയ്ക്ക് ഈ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ അമ്മ മാതാവ് നൽകുന്ന, അത് ഒരു അനേകം വിശുദ്ധർക്ക് നൽകിയിട്ടുള്ള വെളിപാടിൻ്റെ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അടുത്തതാണ് ശനിയാഴ്ച ഭക്തി. വിശുദ്ധ ബർണാദ് പറയാണ്, ഈശോയുടെ മരണാനന്തരം മറിയം അത്യധികം ദുഃഖിതയായിരുന്നു. ഏതാണ്, ശനിയാഴ്ച ദിവസം. അത് എങ്കിലും വിശ്വാസത്തിൻ്റെ സുസ്ഥിരമായിരുന്നുകൊണ്ട് അവൾ എന്തു ചെയ്തു, ആ ശനിയാഴ്ച ദിവസം ആ നാഥയ്ക്ക് ഒരു തീർച്ചയായിട്ടും ഒരു വലിയൊരു ആനന്ദവും കൂടെ കടന്നു വന്നു. ഈശോയുടെ മരണാനന്തരം മറിയം എന്ന് പറയുന്ന ഒരു അമ്മയാണ്. ഈശോയുടെ ആ മരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ മുഴുവൻ വഴികളിലൂടെ അമ്മ മാതാവ് കടന്നുപോയതാണ്. അപ്പം ഈശോയെ മരിച്ച് തൻ്റെ മടിയിൽ കിടത്തി കഴിയുമ്പോൾ ഈ ഒരു അമ്മയുടെ ദുഃഖം, 33 വയസ്സുള്ള സ്വർഗം, അല്ലെ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം തന്നെ ആയവൻ മരിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി എന്തായിരിക്കും ഈ ഭൂമിയുടെ അവസ്ഥ, ഈ ലോകത്തിൻ്റെ അവസ്ഥ? അമ്മയ്ക്ക് അറിയാം ഭാവി കാര്യങ്ങളെങ്കിലും അമ്മയൊരു മനുഷ്യ സ്ത്രീയാണ്. അമ്മ അതീവ ദുഃഖിതയായിരുന്നു, പ്രത്യേകിച്ചും ആ ശനിയാഴ്ച ദിവസം. ഈശോ വെള്ളിയാഴ്ച മരിക്കുന്നു, പിറ്റേ ദിവസം. അതുകൊണ്ടാണ് ഈ ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിശുദ്ധ ബർണാദ് പറയുന്നത്. ഈശോയുടെ മരണാനന്തരം മറിയം അത്യധികം ദുഃഖിതയായിരുന്നു. എങ്കിലും വിശ്വാസം സുസ്ഥിരമായിരുന്നുകൊണ്ട് ആ ശനിയാഴ്ച ദിവസം ആ നാഥയുടെ ജീവിതത്തിൽ സമാധാനത്തിൽ കൊണ്ടുപോകുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ദിവസം ഒരു പ്രത്യേക പരിശുദ്ധ അമ്മയുടെ ഒരുപാട് ദുഃഖങ്ങൾ അടങ്ങിയ ഒരു ദിവസം. അപ്പോൾ ഈ ശനിയാഴ്ച ഭക്തി നമ്മുടെ തുടങ്ങി സഭയിലൊക്കെ, പ്രത്യേകിച്ച് ശനിയാഴ്ചകൾ, ആദ്യ ശനിയാഴ്ചകളിൽ പറയുകയാണ്, ഞാൻ ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ശുദ്ധീകരണ സ്ഥാനത്തിലുള്ള അനേകം ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു പോകും. ഒരുപാട് ദേവാലയങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നൊരു ശുശ്രൂഷ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ.
രണ്ടാം ശനിയാഴ്ച പൊതു അവധി ദിവസം ആയതുകൊണ്ട് അങ്ങനെ പല സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും ആദ്യ ശനി ആചരണങ്ങൾ, ആദ്യ ശനി ശുശ്രൂഷകൾ. കാരണം എന്താണ്? അതിൻ്റെ പിന്നിലൊരു വലിയ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ദൈവമാതാവിനോട് ഇപ്രകാരമുള്ള ചില ഭക്തിയിൽ നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ടാണ് മാതാവിനെ അടിമ വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന. ഇപ്പോൾ ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളും പെരുന്നാളുകളും വരുമ്പോൾ എന്താണ്? അവിടെ ഒരു അടിമ കൗണ്ടർ എന്ന് പറഞ്ഞാണ്, അടിമ കഴുന്ന് കൗണ്ടറുകൾ. നമ്മൾ ദേവാലയം ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട്, അടിമയുടെ കൗണ്ടർ, കഴുന്നിനുള്ള കൗണ്ടർ. അവൾ ആൾക്കാർ അടിമയുടെ പണം കൊടുക്കുന്നു, ഒരു ചെറിയ റെസിപ്റ്റ് വാങ്ങിക്കുന്നു. അവിടെ അച്ഛനോ ഒരു ഡീക്കനോ ആരെങ്കിലും ദേവാലയത്തിൻ്റെ ആ പ്രധാന വാതിൽക്കലുണ്ടാകും, അല്ലെങ്കിൽ പള്ളിക്കകത്തുണ്ടാകും, അല്ലെങ്കിൽ അടിമ വയ്ക്കുന്ന സ്ഥലം. ഇപ്പോൾ വല്ലാർപാടം പള്ളി കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു അടിമ സമർപ്പണം. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെ പറയണേ, എന്നെ കുഞ്ഞുനാളിൽ ജനന സമയത്ത് എന്തോ രോഗം വന്നപ്പോൾ മാതാപിതാക്കൾ അടിമ വെച്ചു വല്ലാർപാടത്ത് അമ്മയ്ക്ക്. അവരുടെ നേർച്ച ഇതാണ്, മരണം വരെ, അവരുടെ മരണം വരെ അവർക്ക് പോകാൻ പറ്റുന്ന ഇത്രയും കാലം, യാത്ര ചെയ്യാൻ പറ്റുന്ന ഇത്രയും സമയം, അവരുടെ മരണം വരെ എല്ലാ വർഷവും പോയി മക്കളെ, എന്നെയും എൻ്റെ സഹോദരിയൊക്കെ പോയി അടിമ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം മാതാവിൻ്റെ ഒരു അടിമയായിട്ട് ജനിച്ചപ്പോൾ തന്നെ ഏതോ രോഗം വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ വന്നപ്പോൾ, മാറാതെ വന്നപ്പോൾ മാതാപിതാക്കൾ അടിമ വെച്ചു. അന്നു മുതൽ ഇന്നു വരെ ദൈവസഹായം കൊണ്ട് വലിയ അപകടങ്ങളോ രോഗങ്ങളോ ഒന്നും കൂടാതെ കൊണ്ടുപോവുകയാണ് അമ്മ മാതാവ്. അതുകൊണ്ട് ഇത് പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിന് നന്ദി പറയണം. അത് മാതാപിതാക്കൾ എന്നെ അമ്മയ്ക്ക് അടിമ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ ശുശ്രൂഷയിൽ ഈ 31 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുമ്പോഴും അത് സ്വർഗത്തിനോട് പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു നന്ദിയായിട്ട് കൂടി, കാരണം ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുക, എന്നെ വല്ലാർപാടത്ത് അമ്മയ്ക്ക് അടിമ വെച്ചത്. അപ്പം വൈദികനായപ്പോൾ തിരിച്ചറിവ് വന്നപ്പോൾ മുതൽ ഞാനെന്ത് ചെയ്തു? എല്ലാ വർഷവും വല്ലാർപാടത്ത് അമ്മയുടെ അടുക്കൽ പോയി ഒരു ബലി അർപ്പിച്ച് അമ്മയ്ക്ക് എന്നെ തന്നെ അടിമ വെച്ച്, അവിടെയുള്ള കൊച്ചച്ഛനോ വെല്ലിച്ചനോ അല്ല ഡീക്കന്മാരോ ആരാണെങ്കിലും അവരുടെ മുമ്പിൽ മുട്ടുകുത്തി, അച്ഛാ എന്നെ അടിമ വെച്ച് പ്രാർത്ഥിക്കുക, അടിമ പണം നൽകുക. ഇതൊരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെയൊക്കെ അടിമ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ചില സ്വർഗീയ രഹസ്യങ്ങളുണ്ട്, ചില സൽകൃത്യങ്ങളുണ്ട്, ചില ഭക്ത അഭ്യാസങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ 23-ാം ദിവസം ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട്. പിന്നീട് നമുക്കറിയാം ചെറുനോമ്പുകൾ, ധാരാളം ചെറുനോമ്പുകൾ, 8 നോമ്പ് എടുക്കുന്നു, 15 നോമ്പ്, ഇതെല്ലാം ഇന്ന് നഷ്ടമായിരിക്കുന്നു. ഒരുപാട് വേദനയാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്. അമ്മയുടെ ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള ചെറു നോമ്പുകളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയിരുന്നു. ശനിയാഴ്ച നോമ്പെടുക്കുന്നു, തിങ്കളാഴ്ച പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദേശത്തെ രാജ്യത്തു നിന്നൊക്കെ ആളുകൾ, യൂറോപ്പിൽ നിന്നുള്ള അന്നത്തെ കാലത്തുള്ള പുരോഹിതരും അല്ലെങ്കിൽ ശുശ്രൂഷകരും മിഷണറിമാർ വരുമ്പോൾ അവർ കാണുന്ന എന്താണ്? കേരളത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ കുടുംബങ്ങൾക്കിടയിൽ ഒരുപാട് നോമ്പ് ആചരണങ്ങൾ നടക്കുന്നു. ഇന്നും നമുക്ക് നോക്കി അറിയാം, ഈ 50 നോമ്പ് 25 നോമ്പും പ്രാർത്ഥനകളെല്ലാം ഒരുപാട് കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതാണ് കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയിരുന്നത്. നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ പഴയ വഴിയിലേക്ക് ഒരു വട്ടം വീണ്ടും ആ പഴയ വഴിയിലേക്ക് അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ആ പഴയ വഴികളിലേക്കൊന്ന് മടങ്ങി വരാൻ. അമ്മ ജപമാല ചൊല്ലി അടുപ്പിച്ച കാര്യങ്ങൾ. അടുത്ത കാര്യം ഉപവി പ്രവർത്തികൾ ഒരുപാടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപവി പ്രവർത്തികൾ. അമ്മ, അതായത് ചില കുഞ്ഞുങ്ങളെ കൊണ്ട് ഭിക്ഷ കൊടുക്കുക, പ്രത്യേകമായിട്ട് ശനിയാഴ്ചകളിൽ വിളിച്ച് ഊട്ടുനേർച്ച നടത്തുക, പരിശുദ്ധമ്മയുടെ മുത്തിയൂട്ട്, മാതാവിൻ്റെ ചില നേർച്ചകൾ നടത്തുക, കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് പാവപ്പെട്ടവർക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വിരുന്ന് കൊടുക്കുക, അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നടത്തുക. പഴയ നിയമത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്മച്ചുമാർ കുടുംബങ്ങളിൽ അത് സ്ത്രീകളാണ് അത് പ്രത്യേകിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കൃത്യതയോടെ അവർ ചെയ്യുമായിരുന്നു, എല്ലാ വർഷവും മുടങ്ങാതെ. കാരണം അത് കുടുംബത്തിനൊരു അനുഗ്രഹത്തിൻ്റെ വഴിയായിരുന്നു. എന്ന് പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ശ്രദ്ധ. കാരണം എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അവനത് പ്രതിഫലമുണ്ട്. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അവനത് പ്രതിഫലമുണ്ട്. കർത്താവ് അതൊന്നും കാണാതെ പോകില്ല. നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കാം, ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം, ഒപ്പം ഓർക്കാം നമുക്ക് ഇപ്രകാരമുള്ള സൽകൃത്യങ്ങളിൽ വളരാൻ. അതാണ് മരണസമയത്ത് നമ്മൾ അവർക്ക് പറയുന്നില്ലേ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇത് ചില സൽകൃത്യങ്ങളാണ്, ചില ഉപവി പ്രവൃത്തികളാണ്. അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നതും നവനാൾ ചെല്ലുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ശനിയാഴ്ച ഭക്തി ആചരിക്കുന്നതും മുടങ്ങാതെ ശനിയാഴ്ചകളിലെങ്കിലും കുട്ടികളെ ദേവാലയത്തിൽ വിടുന്നതും ഒക്കെ നിന്നുപോയി. ഇന്ന് വ്യഗ്രതയാ മാതാപിതാക്കൾക്ക്. കുട്ടികളെയൊക്കെ നിർബന്ധമായി ശനിയാഴ്ചകളിൽ മാതാവിൻ്റെ പക്കൽ എത്തിക്കുക.
ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സൽക്രിയയായിട്ട് ഇപ്രകാരമുള്ള മരിയ ഭക്തിയിൽ മാതാവിനോടുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകൾ വളരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 9 എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന എന്നൊരു സൽക്രിയയായിട്ട് മരിയ ഭക്തിയിൽ വളരാൻ, വ്യത്യസ്തങ്ങളായ മരിയ ശുശ്രൂഷകൾ വളരാൻ പ്രാർത്ഥിച്ചുണ്ടെങ്കിൽ 9 എത്രയും ദയുള്ള മാതാവ്. സുഹൃത ജപമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൻ്റെ മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ആത്മീയതയിൽ വളരാൻ ആധ്യാത്മിക പാത്രമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സുഹൃദൈവമായിട്ട് ആധ്യാത്മിക പാത്രമേ, ആത്മീയതയിൽ വളരാൻ സഹായിക്കണമേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഓ ദിവ്യകാരുണ്യനാഥ, പരിശുദ്ധ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഓരോ ദിവസവും എഴുന്നള്ളി വരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരുതലിനും സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്നത്. അനേകർക്ക് വലിയ പ്രത്യാശയായി അവിടുന്ന് മാറിയല്ലോ. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കാണുവാൻ ദാഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ അങ്ങ് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഭ നിറയുകയാണല്ലോ. അതൊരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക്, ആ ഭിത്തികളെ തുളച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് അവിടുത്തെ ദിവ്യകാരുണ്യ സ്നേഹം ഒഴുകുകയാണല്ലോ. പല അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നവർക്ക് പ്രാർത്ഥന ഒരു അനുഗ്രഹമായി, ഒരു അനുഭവമായി മാറുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയണമേ. സൽകൃത്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം സമ്പന്നമാക്കണമേ. പരിശുദ്ധ അമ്മയെ ധ്യാന വിഷയമാക്കുമ്പോൾ, അമ്മ മാതാവ് വഴി പുത്രനെ ആരാധിക്കുമ്പോൾ ഒരുപാട് കൃപകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്താൽ നിറയണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിച്ച് പാടി സ്തുതിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരുമിച്ച് പാടാൻ അറിയാവുന്നവര് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകളോലുമേ എനിക്കേകിയോനും സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ
അമ്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാമങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. കരങ്ങൾ വീശി ആരാധന 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 ആരാധന. ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തോട് നന്ദിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചൊല്ലുവാനില്ല. കാരണം ഈ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടിയും ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ടും ഇക്കഴിഞ്ഞ ദിവസങ്ങൾ എത്രയും കഴിഞ്ഞു പോയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്നു. അവിടുത്തെ ആരാധിക്കുവാനും പകൽ സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുമൊക്കെ ആയിട്ട് അവിടുന്ന് കൃപ തരുന്നു. കർത്താവിൻ്റെ ആഗ്രഹവും താല്പര്യവും എല്ലാം ഇത് തന്നെയാണ്. തൻ്റെ മക്കള് തന്നോട് ചേർന്ന് നിൽക്കണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വചനം ഇങ്ങനെയാണ്: ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, ഇത് ദൈവസന്നിധിയിൽ വലിയ സ്വീകാര്യമായ ഒരു ഭക്തിയാണ്. കർത്താവ് ആ ഭക്തനെ, അവൻ്റെ കുടുംബത്തെ തന്നോട് ചേർത്ത് നിർത്തും. പരിശുദ്ധ അമ്മയുടെ പല സൽകൃത്യങ്ങളെക്കുറിച്ച്, അമ്മ മാതാവിനോടുള്ള പല വിവിധങ്ങളായ പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടു. നിത്യ നവനാൾ പ്രാർത്ഥനയിൽ നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, മുടങ്ങാതെ ശനിയാഴ്ചകളിൽ പോയി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നവനാൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധമായിട്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ. നഷ്ടപ്പെട്ടു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പ്രകാരം എല്ലാ തിരുനാളുകൾ, മെയ് മാസ വണക്കം, ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയിൽ വളരുവാനുള്ള പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, പ്രത്യേകമായിട്ട് തിരുനാളിന് ഒരുക്കമായിട്ട് അമ്മയുടെ ഓരോ തിരുനാളിനും ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ, നോമ്പ്, ഉപവാസം, ആശാനിഗ്രഹങ്ങൾ, ദിവ്യകാരുണ്യ സ്വീകരണം, കുംഭസാരം, ഇതെല്ലാം ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ എന്നെ സഹായിക്കുന്നതാണ്.
കർത്താവേ, ഇതുപോലെ ഈ 23 ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആരാധനയിലും പ്രാർത്ഥനയിലും ജപമാലയിലും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് അല്പാൽപമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്താൽ ഞാൻ വളരുകയാണ്. കൂടുതൽ ആഴത്തിലേക്ക്, ശക്തമായ ഉന്നതമായ ഒരു സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നീട് മറ്റാരെങ്കിലും കബളിപ്പിക്കപ്പെടാനോ തെറ്റിദ്ധരിക്കപ്പെടാനോ ഇടയാകാത്ത വിധം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പരിശുദ്ധ അമ്മയോടുള്ള സൽകൃത്യങ്ങൾ, ചില പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, വിശുദ്ധർക്ക് അമ്മ വെളിപ്പെടുത്തിയത്, സ്വർഗം ആവശ്യപ്പെട്ടതായ ചില പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു. വിശുദ്ധ ഡൊമിനിക്കിന് 15 വാഗ്ദാനങ്ങളാണ് അമ്മ നൽകിയത് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് പറയുകയാണ്, ഈ ഉത്തരീയം ധരിക്കുന്നവരെ ഞാൻ പ്രത്യേകം മരണസമയത്ത് കാത്തു സൂക്ഷിക്കും. അവരുടെ ആത്മാവ് നശിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഇതെല്ലാം സ്വർഗം ഈ കാലഘട്ടങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയതാണ്. അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. രക്ഷയിലേക്ക്, നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ, ഭൗമിക ഭവനം ഒക്കെ വെടിഞ്ഞ് സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ സ്വർഗം ഒരുക്കുന്ന ചില വഴികളാണ് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയും അമ്മ മാതാവിനോടുള്ള ചില ഭക്ത അനുഷ്ഠാനങ്ങളും. ശനിയാഴ്ച ഭക്തി, ശനിയാഴ്ച പ്രത്യേകമായിട്ട് നമ്മൾ നടത്തുന്ന ആരാധനകൾ, ഉപവാസങ്ങൾ, ദാനധർമ്മങ്ങൾ, ശനിയാഴ്ച പലയിടങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾ, എല്ലാം ഈശോയ്ക്ക് നന്ദി പറയാം. കാരണം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യേകമായിട്ട് തൻ്റെ സഭയാകുന്ന ഈ മക്കളെ രക്ഷിക്കുവാനായിട്ട് ഒരാൾ പോലും നഷ്ടമാകരുന്നുള്ള ദൈവപിതാവിൻ്റെ ആഗ്രഹത്തോട് ചേർത്തുകൊണ്ട് ഈ അമ്മയും സഹരക്ഷകയായ അമ്മ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വലിയ അധ്വാനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളെ തന്നെ മാതാവിന് അടിമ വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാം. കാരണം കബളിപ്പിക്കപ്പെടുവാനോ അപമാനിക്കപ്പെടുവാനോ ഒരിക്കലും വിട്ടുകൊടുക്കാത്തൊരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കവനെ സ്തുതിക്കാം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിസ്സംഗതയോടും മരവിച്ച മനസ്സോടും കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ.
അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ സമയം ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല സൽകൃത്യങ്ങൾ, അമ്മ മാതാവ് വഴി ഈ ഭൂമിയിലേക്ക് നൽകിയ ചില പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, അത് ആവർത്തിക്കപ്പെടുമ്പോൾ, അത് ചൊല്ലുമ്പോൾ ഈ നിസ്സംഗത, ഈ മരവിപ്പ് ഈശോ മാറ്റിത്തരും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ത്യാഗമെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ ഒരാൾ മാത്രമായിരിക്കാം. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു വന്നിരുന്ന പല പ്രാർത്ഥനകൾ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ പൊടി തട്ടിയെടുക്കുമ്പോൾ ഈ വണക്കവാസ പ്രാർത്ഥനകളും ഈ ജപമാലയും ഈ നൊവേനയും ഉത്തരീയ ഭക്തിയും ശനിയാഴ്ച പ്രാർത്ഥനകളും മാതാവിന് അടിമ വെച്ചുള്ള പ്രാർത്ഥനകളും ചില ഉപവി പ്രവർത്തനങ്ങളും ഒക്കെ വീണ്ടെടുക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മറന്നുപോയവർക്ക് വേണ്ടി, ദൈവത്തിൽ നകന്നിരിക്കുന്നവർക്ക് വേണ്ടി നീ ഒരു ആരാധനയുടെ മകളായി തീരുക, ഒരു ആരാധനയുടെ മകനും മകളുമായി തീരുക, ഒരു ആരാധനയുടെ പുരോഹിതനായി മാറുക, ഒരു ആരാധനയുടെ സമർപ്പിതയായി മാറുക. പരിശുദ്ധ അമ്മ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയ ആ പ്രാർത്ഥനകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ഇതാണ് ഇന്നേ ദിവസം സ്വർഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈശോയെ അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബസമേതം ഇപ്രകാരം ചില ഭക്താനുഷ്ഠാനങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിർബന്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ കർത്താവിനെ ആരാധിച്ച് സ്നേഹിച്ച് കർത്താവിൻ്റെ ഹൃദയത്തെ സ്വാന്തനിപ്പിക്കുന്നവരായി മാറും. പരിശുദ്ധ അമ്മ ഈശോയുടെ സന്നിധിയിൽ ഒരു സാന്നിധ്യമായിരുന്നു. ഈശോയുടെ മുൾ വീണ വഴികളിലൂടെ, വേദന നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ സാന്നിധ്യം പുത്രന് ഒരാശ്വാസമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തെ സ്വാന്തനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ ആരാധനയും ഈ നൊവേനയും, പരിശുദ്ധ അമ്മയുടെ പക്കൽ സമർപ്പിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും. അതുകൊണ്ടിത് ഒരു ചെറിയ കാര്യമല്ലത്. ഒരു വ്യക്തിയെ വീണ്ടെടുക്കാനുള്ള, ഒരു കുടുംബത്തിൻ്റെ നിസ്സംഗതയും മരവിപ്പും പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ ബലപ്പെടുത്തിയെടുക്കാനുള്ള പ്രാർത്ഥനകളാണിവയെല്ലാം. ഈ ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ജപമാല ഇങ്ങനെ ചൊല്ലിത്തുടങ്ങുമ്പോൾ ആ മുറിഞ്ഞുപോയ ജപമാലകളൊക്കെ വീണ്ടും ഒന്ന് ഒരുമിച്ച് കൂട്ടുവാൻ, വീണ്ടും ആ ജപമാല ഭക്തിയിൽ വളരാൻ, പരിശുദ്ധ അമ്മയോടുള്ള മരിയ ഭക്തി ഒരിക്കൽ കൂടി ഒന്ന് ശക്തമാകാൻ വിവിധങ്ങളായ രീതിയിൽ. കാരണം മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് ഒരുപോലെയല്ല, ഒരേ രീതിയിലല്ല. മക്കൾക്ക് മാതാപിതാക്കൾ തൻ്റെ സ്നേഹം കൊടുക്കുന്നത് ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, പല വിധത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ. അവർക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുത്തും, അവരെ തന്നെ മാറോട് ചേർത്തും തലോടിയും, ഒരുപക്ഷെ ചില സമയത്ത് ശിക്ഷിച്ചും, നല്ല വിഭവങ്ങൾ വാങ്ങിച്ചു നൽകിയും, നല്ല വസ്ത്രങ്ങൾ അവർക്ക് സമാനമായി നൽകിയും, അവരോടൊപ്പം യാത്ര ചെയ്തും, അവരോടൊപ്പം കളിച്ചും ചിരിച്ചും, അവർക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ട് ഈ അപ്പനും അമ്മയും തങ്ങളുടെ സ്നേഹം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവനായ ഈശോയ്ക്ക് സ്തുതിയുടെയും ആരാധനയുടെയും കീർത്തനങ്ങൾ ആലപിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് നൽകിയ ഒരുപാട് അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് കാഴ്ചവെച്ച് വലിയൊരു ആത്മീയ സമ്പത്തിൻ്റെ, ആത്മീയ ധൈര്യത്തിൻ്റെ, ആത്മീയ കൃപകളുടെ നിറകുടങ്ങളായി തീരാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ സൽകൃത്യങ്ങൾ കൊണ്ട് നിറയുവാൻ, അമ്മയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കരങ്ങൾ സാവധാനത്തിൽ അടിച്ചും സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായി തീരാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുന്ന നമ്മുടെ മക്കളെയൊക്കെ ദേവാലയത്തോടും ദൈവിക ശുശ്രൂഷകളോടും പ്രാർത്ഥനകളോടും ഒക്കെ ചേർത്ത് നിർത്തി വളർത്തുമ്പോൾ അവർ യഥാർത്ഥ തണലിൽ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ആ ആറ്റിൽ നിന്ന് നീരുറവ സ്വീകരിച്ച് വളരുന്ന വലിയൊരു വൃക്ഷമായി, നന്മയുടെ മരങ്ങളായി അവർ തീരും. നമുക്ക് ഈശോയെ ആരാധിക്കാം. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നു. 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 ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നു. ഇന്നേ ദിവസം ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, കർത്താവിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ ആരാധിക്കുന്നു. ജപമാല ചൊല്ലാൻ സാധിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രിയ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരും നിസ്സംഗരും മരവിച്ച അവസ്ഥയിലുമായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ജപമാല ചൊല്ലുന്നു, കൂടുതൽ ഭക്തിയോടെ പല ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തെ നമ്മൾ വീണ്ടെടുക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു മാസക്കാലം ഒരു പ്രത്യേക രീതിയിൽ ഈ പ്രാർത്ഥനയും ആരാധനയും ശുശ്രൂഷകളും ജപമാലയൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ക്രിസ്തീയ പരിപൂർണതയിലേക്ക് മറിയത്തിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുന്നൊരു ജീവിതം, മാതാവിലൂടെ ആത്മീയ ബലം പ്രാപിക്കുന്ന, വിശുദ്ധി പ്രാപിക്കുന്ന ഒരു ജീവിതം.
എളിമയോടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യനാഥൻ ഈ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മളെ ഈ സമയം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ സൽക്രിയ വ്യത്യസ്ത മരിയ ശുശ്രൂഷകളിൽ വളരുന്നതിനായി 9 എത്രയന്തയുള്ള മാതാവെ ചൊല്ലി പ്രാർത്ഥിക്കാം. സുകൃത ജപം. ആധ്യാത്മിക പാത്രമേ, ആത്മീയതയിൽ വളരാൻ സഹായിക്കണമേ.